അതുപോലെ തന്നെ മിക്കുവിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിൻ്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിൻ്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം നവംബറിലും ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല, 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. കൊച്ചിന് 5000 രൂപ വെച്ച് എൻ്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ടാണ് ഇടുന്നത്. അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോണും പുള്ളി മിക്കുവിന് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയിൽ, ഈ വർഷം തുടക്കത്തിൽ ജാനുവരിയിൽ കൊച്ചിന് എന്നോട് സ്നേഹമല്ല, എനിക്കിനി കൊച്ചിനെ വേണ്ട, എനിക്കിനി കൊച്ചിനെ വിളിക്കണമെന്നുമില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നുമില്ല, ഞാനിനി കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ കാണാറുന്നു. അത് കോടതി വളപ്പിൽ വെച്ചിട്ടാണ് കാണാമുള്ളൂ. കാരണം അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യണതിൻ്റെ പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നതാണ്. അല്ലാതെ കൊച്ചിനെ എടുത്തോ, പെർമനന്റ് കസ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് മിക്കു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കണം, 5000 രൂപ ചെലവിന് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിലും ജാനുവരിയിലും പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. ഒരു 2-4 തവണയും കണ്ട് പുള്ളി കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്, 2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ കാണണ്ട, ഇനി കൊച്ചുമായിട്ട് ഒരു ഇതുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ തിരിച്ച് മേടിക്കാന്ന് പറഞ്ഞ് ഫോൺ തിരിച്ച് മേടിച്ചുകൊണ്ട് പോയ ഒരാളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി കോടതി വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് പോയി കാണേണ്ടതാണ്. അതിന് ഓൾറെഡി കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടിയതാണ്. ഇനിയും കോടതി വഴി പോകണം. കാരണം ഇത്രയും നാളും ചെലവിന് വരാത്തതുകൊണ്ടും കൊച്ചിനെ തിരിഞ്ഞ് നോക്കാത്തതുകൊണ്ടും കൊച്ചിനെ വിളിക്കാത്തതുകൊണ്ടും ഇനിയും കോടതി വഴി തന്നെ പോയാലാണ് അതിൻ്റെതായ രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എൻ്റെ കുട്ടീനെ കാണിക്കുന്നില്ല, അവർക്ക് പൈസ കൊടുത്താലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറയുന്നത്, അതായത് ഇത്രയും നാളത്തെ പൈസ, അതായത് മാസം 5000 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും നാൾ വരുമ്പോൾ അത്യാവശ്യം എമൗണ്ട് ആവും. കൊച്ചിൻ്റെ ഫീസ് വരുന്നത് ബെക്ചേതല പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, CBSE ആണ്. അത്യാവശ്യം ഫീസ് ഉണ്ട്, ഏകദേശം 42,000 ഇപ്പോൾ ഏകദേശം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് അവൻ തരണം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കൊച്ചിനെ നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനാണ് കുഞ്ഞിനെ നോക്കുന്നത്, കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവൻ്റെ പൈസ ഉൾപ്പെടെ ഞാനാണ് കൊടുക്കുന്നത്. അപ്പോൾ കൊച്ചിനെ നോക്കേണ്ട രീതിക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കാണാനും വിളിക്കാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സിലെ അമലും കുഞ്ഞാറ്റയും പിരിയാനുള്ള കാരണം കുഞ്ഞാറ്റ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ്. ഇതിന് കാരണമായതും കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോലും കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമൽ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈയൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി കുഞ്ഞാറ്റ രംഗത്തെത്തിയത്.